ആൺപിള്ളേർ ഒരുങ്ങി കഴിഞ്ഞാൽ പെൺപിള്ളേരൊന്നുമല്ല. അതെ, പുരുഷന്മാർ ഒരുങ്ങിയിറങ്ങിയാൽ സ്ത്രീ സൗന്ദര്യം മാറി നിൽക്കും. നൂറുകണക്കിന് പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടി ആചാരത്തിന്റെ അകമ്പടിയോടെ എത്തുന്ന സ്ഥലമാണ് കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രം. കൊറ്റൻകുളങ്ങരയിലെ ചമയവിളക്ക് ഏറെ പ്രശസ്തമാണ്. നമുക്കറിയാവുന്ന പുരാണ കഥകളിൽ തന്നെ സാക്ഷാൽ ഭഗവാൻ മഹേശ്വരൻ പോലും മഹാവിഷ്ണുവിന്റെ സ്ത്രീവേഷം കണ്ട് ഭ്രമിച്ച കഥ നമ്മളെല്ലാം വായിച്ചിട്ടുണ്ട്. മോഹിനി വേഷത്തിൽ ഭ്രമിച്ച് അതിൽ അയ്യപ്പൻ തുറന്ന കഥ മലയാളികൾക്ക് സുപരിചിതമാണ്. കൊറ്റൻകുളങ്ങരയിലെ ആചാരത്തിന്റെ ഭാഗമായാണ് പുരുഷാങ്കനമാർ ചമയവിളക്കെടുക്കാനായി എത്തുന്നത്. കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന പരാശക്തിക്ക് മുന്നിൽ, ആദിപരാശക്തിക്ക് മുന്നിൽ സ്ത്രീകൾ വിളക്കെടുക്കുവാൻ പേടിച്ചു ഭയന്നു നിന്ന കാലം. പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടി വിളക്കെടുക്കാൻ വരുമായിരുന്നു. ഉദ്ദിഷ്ടകാര്യസിദ്ധിക്ക് വേണ്ടി അത്തരത്തിൽ തുടങ്ങിവെച്ച ആചാരം പിന്നീട് തുടർന്നു പോരുന്നു. കേരളത്തിന്റെ, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കൊറ്റൻകുളങ്ങര ദേവിക്ക് മുന്നിൽ ചമയവിളക്കെടുക്കുവാൻ ഓരോ വർഷവും ഒഴുകിയെത്തുന്ന പുരുഷാങ്കനമാരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. കൊറ്റൻകുളങ്ങരയിൽ നമ്മൾ കാണുന്ന സ്ത്രീ സൗന്ദര്യങ്ങൾ യഥാർത്ഥത്തിൽ സ്ത്രീ സൗന്ദര്യങ്ങളല്ല, അത് പുരുഷൻ സ്ത്രീയായി മാറുകയാണ്. ദേവിക്ക് മുന്നിൽ ആചാരപ്പെരുമയോടെ വിളക്കെടുക്കുവാൻ, ചമയവിളക്കെടുക്കുവാൻ എത്തുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടി വരികയാണ്. കൊറ്റൻകുളങ്ങരയിൽ നിന്നുമുള്ള പുരുഷാങ്കനമാരുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്.